ജനതാ പാർട്ടി ജനതാ പാർട്ടി ഇന്നലെ റിപ്പോർട്ടർ ടിവിയിലുണ്ടായിരുന്ന നാടകീയ സംഭവങ്ങളാണ്. അതിനകത്ത് സുജയ പാർവതി അരുൺകുമാർ തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന കണ്ടു. ഇപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകനാരാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണ്? സുജയ പാർവതിയാണോ അരുൺകുമാറാണോ? ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ഈ ചാനൽ കയറി നോക്കുമ്പോൾ നിലവിൽ ഈ വിഷ്വൽ അവിടെ കാണാനില്ല. കഴിഞ്ഞ ദിവസത്തെ ഭാരതാംബയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വിഷ്വൽ ഇപ്പം നിലവിൽ കാണുന്നില്ല, പക്ഷെ പല ഈ ഫേസ്ബുക്ക് പേജുകളിലും ഈ വിഷ്വൽസ് കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അത് പല ആൾക്കാരും ലൈവിൽ നിന്നും എടുത്തായിരിക്കാം, അതിനുശേഷം പ്രചരിപ്പിക്കുന്നതായിരിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് മാധ്യമപ്രവർത്തനം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു യൂട്യൂബർ നിലവാരത്തുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നിട്ട് ഞങ്ങൾ ജേർണലിസം പഠിച്ചവരാണ്, എന്നിട്ട് എന്ത് കാര്യം, നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജേർണലിസം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നിലവാരമൊന്നുമില്ല. 2-3 വർഷം പഠിക്കേണ്ട കാര്യമൊന്നും നിലവിൽ ഇപ്പം ഒരു ന്യൂസ് ചാനലും ഇവർ കാണിക്കുന്നില്ല. എല്ലാം ഒരു സൈഡ് വലിയുള്ള കാര്യം, എല്ലാം ഒരു എന്താണ് സഞ്ജു ടെക്കിയൊക്കെ കാണിക്കുന്ന പോലെ ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞാൽ ബഹളം വെക്കുക. പിന്നെ ഈ റിപ്പോർട്ടർ ടിവിയിൽ അരുൺകുമാറിനെ സുജയ പാർവതിയേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. അരുൺകുമാറിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇടതുപക്ഷക്കാരനെയാണ് നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ അരുൺകുമാർ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റിപ്പോർട്ടർ ടിവിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല സമയത്തും പുള്ളി പുറത്ത് പോയിട്ട് പല ആൾക്കാരോട് സംസാരിക്കുന്ന വിഷ്വൽസൊക്കെ വരും. ഈ അശ്വമേധം പോലുള്ള പരിപാടീസൊക്കെ വരും. എന്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള എക്സ്പ്രഷനാണ് പുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോഴേ ഫീൽ ചെയ്യുകയാണ് പുള്ളിയുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ എക്സ്പ്രഷൻസ്, ആൾക്കാരോട് പെരുമാറുമ്പോൾ ചിരിക്കുന്നതും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള പരിപാടി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പ് പോകാൻ തുടങ്ങി പുള്ളിക്കാരുടെ ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. സുജയ പാർവതി ഞാൻ ഏഷ്യാനെറ്റ് അതുപോലെ 24 ന്യൂസ് റിപ്പോർട്ടറിലേക്കൊക്കെ വരുന്നത്. ഇതിനകത്ത് മീറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന എല്ലാ റിപ്പോർട്ടർമാർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ഈ സുജയ പാർവതിക്ക് BJP, അരുൺകുമാറിന് CPM, അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിന് കോൺഗ്രസ്, പിന്നെ ഇതിനൊരു ഓണർ ഇതിനകത്തിരിപ്പുണ്ട്. പുള്ളിക്കാരന് നിലവിലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഉണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളി കോൺഗ്രസ്. അങ്ങനെ ഇതുപോലെ കുറച്ച് രാഷ്ട്രീയക്കാരെ വെച്ചിട്ടാണ് ഇവർ ഇത് ഭയങ്കര സക്സസ് ആയിരുന്നു ഈ പ്രോഗ്രാം. ആരുടെ ബുദ്ധിയാണെങ്കിലും കൊള്ളാം. നേരത്തെയൊക്കെ എന്ന് പറയുന്നത് ഓരോ ചാനലുകാരും ഓരോ പാർട്ടിയുടെ നോമിനിയെ വിളിക്കുമായിരുന്നു, എന്നിട്ടാണ് അവരാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് മീഡിയക്കാരനും ഉണ്ടല്ലോ ഒരു പക്ഷം, പുള്ളി ഇടയ്ക്കൊക്കെ പക്ഷം പിടിക്കുമെങ്കിലും ഇതിനിടയിലായിരുന്നു ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറയുന്നത് ഓരോ മാധ്യമപ്രവർത്തകരെ ഓരോ പാർട്ടിയുടെ ആൾക്കാരായിട്ട് വെച്ചിട്ട് അങ്ങ് ചർച്ച ചെയ്യും. ഓരോ പാർട്ടിയുടെ താല്പര്യമുള്ള ആൾക്കാർ വന്നിട്ട് ഈ ചാനൽ അങ്ങ് കാണും. ഇതാണ് നിലവിലെ ഇവിടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പം ഇന്നലത്തെ വീഡിയോ ആക്കാനായിരുന്നു ഭാരത് മാതാ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ യൂണിവേഴ്സിറ്റി കോളേജ് വന്നിട്ട് ആ യൂണിവേഴ്സിറ്റി കോളേജ് വന്നിട്ട് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നുള്ളൊരു പ്രൈവറ്റ് പ്രോഗ്രാമായിരുന്നു, അതിന് വെച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്നലത്തെ ദിവസത്തിൽ പ്രത്യേകത എന്തായി, അവിടെ എന്തായിരുന്നു ചർച്ച വെക്കേണ്ടത്? രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50 വർഷം ദിവസമാണ് ഇന്നലെ. ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചർച്ച ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഇല്ലാതാക്കിയ ഒരു ഏകാധിപതി 50 വർഷമാവുന്നു ഇന്ത്യയിൽ ഭരണഘടന ഇല്ലാതാക്കി കളഞ്ഞിട്ട്. അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും അവരുടെ വീട്ടിലെ പട്ടിക്കൂട്ടിലടച്ചിട്ട് 50 വർഷമാവുന്നു. കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖമാണ്. ഇതിന് വലിയൊരു തട്ടിപ്പ് പറയാമല്ലോ. ഞാൻ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്തത്ര ക്രൂരത ഒരു പാകിസ്ഥാനി ഇന്ത്യക്കാരോട് ചെയ്തിട്ടില്ല. സത്യസന്ധമായി പറയാമല്ലോ, ഒരു പാകിസ്ഥാനി ഇന്ത്യക്കാരോട് ചെയ്തിട്ടില്ല. ഇവിടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ കേരളത്തിലുള്ള ചില രാഷ്ട്രീയക്കാരും മീഡിയക്കാരും ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജനാധിപത്യത്തിൻ്റെ കാവലെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഭരണഘടനയുടെ ഈ പുസ്തകമൊക്കെ രാഹുൽ ഗാന്ധി ഉയർത്തി നിൽക്കുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നത്. ഇവരുടെ പാർട്ടി ഓഫീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യയുടെ ചിത്രം വെച്ചിട്ടാണ് ഇവർ ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തി കാണിക്കും. ഇതിൽ വലിയ തമാശ വേറെ വല്ലതും ഉണ്ടോ? കേരളത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വയനാട് ഇലക്ഷൻ നടന്നു, പ്രിയങ്ക ഗാന്ധി ഒന്ന് മത്സരം. ആരാണ് പ്രിയങ്ക ഗാന്ധി? ആ ഫാമിലിയിലെ ഒരു മെമ്പർ മാത്രമല്ലേ പ്രിയങ്ക ഗാന്ധി. ഇപ്പോഴും കുടുംബവാഴ്ചയ്ക്ക് വോട്ട് ചെയ്യുകയല്ലേ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികളെ ചെയ്യുന്നത്. കേരളത്തിന് പുറത്തിപ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല പാർട്ടിയോട്. അവർക്ക് മനസ്സിലായി, വർഷങ്ങളെടുത്ത് മനസ്സിലായി. കേരളത്തിൽ ഇപ്പോഴും ആൾക്കാർക്ക് പലർക്കും നേരം വെളുത്തിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ളവൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലെ മീഡിയക്കാർ പ്രിയങ്ക ഗാന്ധിയെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ എന്ത് കഷ്ടം. പ്രിയങ്ക ഗാന്ധിക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ള. ആരാണ് ഇന്ദിരാഗാന്ധി? ഈ രാജ്യത്തെ ഭരണഘടന ഇല്ലാതാക്കി സ്വന്തം അധികാരം നിലനിർത്തിയ ഒരു വ്യക്തി. ആരാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ? ആരാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളെ അറിയത്തുള്ളായിരിക്കും, രാജീവ് ഗാന്ധി അല്ല. ആരാണ് ഈ സഞ്ജയ് ഗാന്ധി? അടിയന്തരാവസ്ഥയുടെ മറവിൽ ഇന്ത്യയിൽ ക്രൂരത ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ മകനാണ് സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധി ഈ നാട്ടിൽ ചെയ്ത ക്രൂരത എന്താണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് വന്ധീകരിക്കുക, ചേരുകളെല്ലാം അടിച്ച് ഇല്ലാതാക്കി കളഞ്ഞുക. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കി കളഞ്ഞ എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോയെന്നറിയോ ഈ ക്രൂരത കാരണം.
അന്നൊക്കെ ഇവിടെ കോൺഗ്രസിന് എപ്പോഴും ജയ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരുടെയൊക്കെ അപ്പനെ സഞ്ജയ് ഗാന്ധിയുടെ കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാനുള്ള ആളില്ല എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞു. അതിപ്പോൾ സിഖുകാരുടെ വിഷയമാണെന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ വർഗീയത വിതച്ച് BJP കൊയ്യാൻ അവസരം ഒഴുക്കി കൊടുത്ത പാർട്ടിയുടെ പേരും കോൺഗ്രസ് എന്നാണ്. നിങ്ങൾ മതേതര പാർട്ടി, ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ രീതിയിൽ മതേതരത്വവും ജനാധിപത്യവും പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ പക്ഷം പിടിക്കാതെ ന്യൂനപക്ഷ പൊളിറ്റിക്സ് കളിക്കാതെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ കൃത്യമായി പറയാം BJP ഒരു സ്പേസ് ഉണ്ടാവത്തില്ല. എന്നാൽ നിങ്ങളാണ് ഇവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളുടെ പച്ചക്കുള്ള പ്രീണന രാഷ്ട്രീയം കാരണമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ രാജ്യത്തെ ഭരണഘടന ഇല്ലാതാക്കിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതി, ആ ഏകാധിപത്യത്തെ പറ്റി സംസാരിക്കേണ്ട ദിവസം ഇവിടെ ഇരുന്നോട്ടും നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭാരതാംബ വിഷയത്തിൽ സംസാരിക്കുന്നു, എന്നിട്ട് ഇവർ തമ്മിൽ അടി കൂടുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ മീഡിയ എന്ന് പറയുന്നത്. ഈ മീഡിയയുടെ കള്ളത്തിനെ ജസ്റ്റ് ഒന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. കുറേ മീഡിയക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മീൻ വിൽക്കുന്ന പോലെയാണ് ഇവിടെ കുറേ മീഡിയക്കാരുകളൊന്ന് ബളം വെച്ചുകൊണ്ടിരിക്കുക. എന്തുവാടി ഇതൊക്കെ? ഒരു പരിധിയൊക്കെ വേണ്ടേ? ഒന്ന് കുറച്ച് പിടി. ഇതിപ്പം യൂട്യൂബിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് എടുത്തിട്ട് ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും നിങ്ങളുടെ ചാനൽ കാണുന്നത് ഒരുപോലെ ഉള്ളൂ. ഇവിടെ പല ആൾക്കാർ ഇത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇതിൽ ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് പല ആൾക്കാരും. ഇപ്പം മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം, പ്രത്യേകിച്ച് നിങ്ങൾ എന്തിനാ ഈ 3-4 വർഷം പോയി പഠിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ അരുൺ കുമാറിൻ്റെ ഒരു വിവരക്കടി ഞാൻ കണ്ടത്, ഈ അടുത്ത സമയത്ത് വേടനെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ. അതിനകത്ത് വേടൻ ഒരു വളരെ റോങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. എന്താ റോങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്? DNA പറ്റി എനിക്ക് പഠിക്കാൻ പറ്റുന്നത് എൻ്റെ DNAയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക്, ഈ നാട്ടിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, എത്രയോ ആൾക്കാർ വിദ്യാഭ്യാസം കൊണ്ട് മുന്നിലേക്ക് എത്തിയെന്നറിയോ? എത്രയോ ആൾക്കാർ അവരുടെ സ്റ്റാറ്റസ് മാറ്റിയെന്നറിയോ? കൃത്യമായി പറയാം, ജാതി ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പണം വരണം, അല്ലെങ്കിൽ അധികാരം വരണം, നിങ്ങളുടെ ഈ പവർ വരണം. ഈ 3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളോടും ജാതി ചിന്ത മാറും. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി, വേടൻ ഇവിടെ ആരാ ജാതിപരമായിട്ട് നോക്കുന്നത്? വേടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് എന്തിനാ? ജാതിപരമായിട്ട് പാട്ട് പാടിയാനാണോ? അല്ല, വേടൻ്റെ കയ്യിൽ കഞ്ചാവുള്ളതിനാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ തെറ്റ് ചെയ്ത ഒരാളാണ് വേടൻ. തെറ്റ് ചെയ്ത ആൾക്ക് സംസ്ഥാന സർക്കാർ വേദി ഒരുക്കി കൊടുക്കുക. നാണക്കേടല്ലേ? വേടൻ പാട്ടുപാടി അല്ലെങ്കിൽ സവർണയ്ക്കെതിരെ ഒരു പാട്ടുപാടിയതിന് ആക്രമണം ഏറ്റുവാങ്ങി ഒരു വ്യക്തിയല്ല വേടൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുന്നതിനെ പുള്ളി കഞ്ചാവ് വലിച്ചതിനെ പോലീസ് പിടിച്ചു. അന്നും പറഞ്ഞു ഇവിടെ ഇരുന്ന് അങ്ങ് വെളുപ്പിക്കാൻ തുടങ്ങുക കുറേ ആൾക്കാർ. പാട്ടുപാടിയനല്ല വേടനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വേടനെ നോക്കുക, വേടൻ വാങ്ങിക്കുന്ന പ്രതിഫലം ഇവിടെ വേറെ ഏത് പാട്ടുകാരൻ മേടിക്കുന്നു? ഏത് പാട്ടുകാരനെ മേടിക്കുന്നത്? വേടൻ്റെ ഒരു സ്റ്റേജിന് എത്ര ലക്ഷം രൂപയാണ് പ്രതിഫലം. വേടൻ ഇന്ന് എവിടെയും കയറി ചെല്ലാം, ഒരു പ്രശ്നം വേടനില്ല. കാരണം എന്താ പറയുക? വേടൻ്റെ ഈ പണമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. ഇതിലേക്ക് തലമുറ എത്തിക്കുക എന്നുള്ളതാണ് വേടനെപ്പോൾ ആൾക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ വേടൻ്റെ രാഷ്ട്രീയം ഇവിടേക്ക് കുത്തിക്കേറ്റിട്ട് ഉള്ള തലമുറയും കൂടെ പിന്നോട്ടടിക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ OBC കാറ്റഗറി പെടുന്ന ആൾക്കാർ. കൃത്യമായ രീതിയിൽ എനിക്ക് OBC കാറ്റഗറി എന്നുള്ള രീതിയിൽ എനിക്ക് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയോ? ഞാൻ പലപ്പോഴും CAPFൻ്റെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 25 വയസ്സ് വരെ അല്ലെങ്കിൽ 23 വയസ്സ് വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രായപരിധി. OBC ആണെങ്കിൽ എനിക്ക് 26 വയസ്സ് വരെ കിട്ടും. ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസ് കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് വരും. നമ്മുടെ ഓപ്പർച്യൂണിറ്റി നോക്കുക. അല്ലാതെ നമ്മളിപ്പോഴും ഇരുന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യം വല്ലതും പറയാം. നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജായിട്ട് പഠിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. OBC ആണെന്നുണ്ടെങ്കിൽ SC ST ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനുള്ള ബ്രെയിൻ കാണിക്കുക. അതിനുശേഷം നമുക്ക് സർക്കാർ സർവീസിൽ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ സർവീസ് കിട്ടും. നമ്മൾക്ക് ചില ആൾക്കാർക്ക് 80 മാർക്ക് മേടിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ 30-35 മാർക്ക് മേടിച്ചാൽ മതി. ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം. എനിക്ക് നല്ലൊരു പൊസിഷൻ കിട്ടും. ആ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വന്നിട്ട് ആൾക്കാർ സാറേന്ന് വിളിക്കും. ഇതുപോലൊക്കെയാണ് വേടനെപ്പോൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കേണ്ടത്. പകരം എൻ്റെ DNA വലിയ പ്രശ്നമാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മെസ്സേജ് കൊടുക്കുന്നത്? അപ്പോൾ ഇതുപോലുള്ളൊക്കെ ഇൻ്റർവ്യൂ നടത്തി സമൂഹത്തിൽ തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഇന്നലെ ഞാൻ കേൾക്കുന്നുണ്ട് വേടൻ പറഞ്ഞ DNA-യുമായി ബന്ധപ്പെട്ട് സുജയ പാർവതി ഒരു കൗണ്ടർ പറയാൻ നേരത്ത് അത് ശരിയാണെന്നൊക്കെയാണ് ഈ അരുൺകുമാർ പറഞ്ഞു കൊടുക്കുന്നത്. എന്തോ നമ്മുടെ നാട്ടിൽ വിധിയോട് പോരാടി ഒറ്റമുറിയിൽ നിന്നും കളക്ടറായിട്ടുള്ള ധന്യ എന്നാണ് തോന്നുന്നത് അവരുടെ പേര്. IAS ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. ഇത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്ന് പറയാം. എക്സാമ്പിൾ, വേടൻ കഞ്ചാവ് വലിച്ചു, വേടനെ അറസ്റ്റ് ചെയ്തു. ഇതാണ് അവിടുത്തെ പോയിന്റ്. അതിനിവിടെ പല ആൾക്കാരും പല കാർഡ് ഇറക്കി കൊടുത്തു. ഇപ്പം ഇതുപോലെ കുറേ മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വിഷയം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഒരു ചിന്താഗതി എടുക്കുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ ഈ അടുത്ത സമയത്ത് ഉണ്ട്. പരീക്ഷ തോറ്റു, എന്താണെന്ന് ചോദിക്കാൻ നേരത്ത് പറയാം എൻ്റെ DNA-യുടെ പ്രശ്നമാണ്, നമുക്ക് പഠിക്കാനുള്ള ശേഷിയില്ല. ഇതുപോലൊക്കെ ട്രോളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് ഇത് കുത്തിവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ആദ്യമായിട്ട് പേജ് കാണാം. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ചുമ്മാ തമാശയാണ്. കുറേയൊക്കെ ഇവരുടെ അഭിനയമാണ്. സംഭവം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷമായിട്ട് നിന്നുകൊണ്ട് കുറേ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സംഭവം ചുമ്മാണ്. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം യൂട്യൂബർ നിലവാരത്തേ ഉള്ളൂ. ഇതിനൊന്നും വലിയ വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഈ റിപ്പോർട്ടർ ടി വിയിൽ തന്നെ ഒരു ചർച്ച നോക്കുന്ന ഒരു BJP അനുകൂലിയായിട്ട് ഒരാൾ, ബാക്കിയുള്ളവരും കേരളത്തിൽ ശക്തമായ രീതിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും. ഇവർ സുജയ പാർവതിയെ അറ്റാക്ക് ചെയ്യുന്നു, സുജയ പാർവതി തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, വലിയ രീതിയിൽ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. നിലവിലെ മാധ്യമപ്രവർത്തനം വളരെ മോശമാണ്, പക്ഷം പിടിച്ചുള്ള മാധ്യമപ്രവർത്തനമാണ്. അതിപ്പം ഈ ഇസ്രായേൽ-ഇറാൻ വിഷയത്തിൽ തന്നെ നോക്കിയാൽ മതി. ഈ ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാർ കൃത്യമായ രീതിയിൽ അവിടുന്ന് ലൈവ് ഇടുന്നുണ്ട്, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇവിടുന്ന് ഇവർ കൊടുക്കുന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതുപോലെ മാധ്യമപ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യൂവിന് വേണ്ടി എന്തും കാണിക്കും. നാളെ ചിലപ്പം പലതും കാണേണ്ടിയും വരും. പല മരണ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ഇനി എന്ത് കാണിക്കുന്നത്? ഈ 24 ഒരു കഥാപ്രസംഗമുണ്ട്, അത് സംഭവം ഞാൻ കേട്ട് മടുത്ത്. എന്തോ ഇത് അത് ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറയുമ്പോൾ അയ്യോ, ആ 24 ന്യൂസിനകത്ത് ഒരു കഥാപ്രസംഗം, അതായിട്ട് പേജ് കാണുന്ന ഫോളോ